രാസലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റി പഞ്ചായത്ത് തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണത്തിനും സമര പരിപാടികൾക്കും തുടക്കമായി. ജില്ലാതലത്തിൽ നടത്തിയ പരിപാടികൾക്ക് ശേഷമാണ് പഞ്ചായത്ത് തല പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ചേറ്റുകുഴിയിൽ നടന്ന പരിപാടി ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ 2016 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം കുറയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുജനങ്ങളിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ ലഹരിക്കെതിരെയുള്ള ആ നിലപാടുകളിൽ നിന്ന് പിറകോട്ട് പോവുകയും സംസ്ഥാനത്തുടനീളം ബാറുകൾ തുറന്നുകൊണ്ട് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ കാറ്റിൽ പറത്തിയതായും ഉദ്ഘാടന പ്രസംഗത്തിൽ വി.സി. വർഗീസ് കുറ്റപ്പെടുത്തി. ബിജെപി എന്ന പ്രതിക്കൂട്ടിൽ ഇവിടെ ഭരിച്ച ഇടതും വലുതുമാണ് പ്രതിക്കൂട്ടിൽ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല? ഒരുപക്ഷെ നിങ്ങൾ ഇന്നലത്തെ മാതൃഭൂമി പത്രം വായിച്ചു കാണും. ആ മാതൃഭൂമി പത്രത്തിലെ വളരെ വ്യക്തമായി പറയുന്നു, വന്യജീവി ശല്യം, ആൾക്കാർക്ക് മനുഷ്യജീവന് ശല്യമുണ്ടാകുന്ന കാട്ടുപന്നിയാണെങ്കിലും കരടിയാണെങ്കിലും മലമ്പാമ്പാണെങ്കിലും അങ്ങനെ ക്ഷുദ്രജീവികൾ ഏതാണെങ്കിലും പട്ടിക ബിയിൽ വരുന്ന എല്ലാ ക്ഷുദ്രജീവികളെയും കൊല്ലാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ആശങ്കക്കിടയില്ലാതെ പറഞ്ഞിരിക്കുക. പക്ഷേ അത് ചെയ്യാനുള്ള ഇച്ഛാശക്തി, ആത്മാർത്ഥത സംസ്ഥാന ഗവൺമെന്റ് കാണിക്കണം. ജില്ലയിൽ കുമളി, കമ്പമെട്ട്, ബോഡിമെട്ട് തുടങ്ങിയ തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസിന്റെ ഉൾപ്പെടെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തത് മയക്കുമരുന്ന് മാഫിയയ്ക്ക് അനുകൂല സാഹചര്യമാണ് ഒരുക്കുന്നത്. ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനും ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുവാനും സംസ്ഥാന ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ടി.കെ. മോനിച്ചന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ മോഹൻദാസ്, ഷാജി നെല്ലിപ്പറമ്പൻ, കെ കുമാർ, പി.യു. ജയകൃഷ്ണൻ, സി.എസ്. സന്തോഷ്, കെ അർമുഖം, സിജു കെ.എസ്., ശ്രീകുമാർ, പി.എസ്. മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.